വന്മഴ പെയ്തോ നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം എൻ്റെ കുടുംബജീവിതത്തിൽ ചെയ്ത വലിയ ഒരു നന്മയെക്കുറിച്ച് പറയുവാൻ ഞാൻ ഇതിലൂടെ ആഗ്രഹിക്കുന്നു. ദാനിയേലിനെ സിംഹക്കൂട്ടിൽ ഇറങ്ങിച്ചെന്ന് സിംഹത്തിൻ്റെ വായിൽ നിന്നും വിടുവിച്ച ദൈവം, എരിയുന്ന തീച്ചുളയിൽ നിന്നും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ഒരു കേടും കൂടാതെ പുറത്തു കൊണ്ടുവന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അത്ഭുതകരമായി ഞങ്ങളെയും രക്ഷിച്ചു. 2019 എൻ്റെ ഹസ്ബൻഡ് താൻ വർക്ക് ചെയ്തിരുന്ന ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അകപ്പെടുകയുണ്ടായി. ഓഫീസിലെ 2 ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് എതിരെയായിരുന്നു ഒരു വ്യക്തി കേസ് കൊടുത്തിരുന്നത്. ഒരു ദിവസം കേസ് അന്വേഷണത്തിനായി പോലീസ് ഉദ്യോഗസ്ഥർ ഓഫീസിലെത്തി. എൻ്റെ ഹസ്ബൻഡ് ക്ലർക്ക് എന്ന നിലയിൽ താൻ ചെയ്ത കാര്യം അവരെ ബോധിപ്പിച്ചു. ഗവൺമെൻറ്റിന് നൽകിയ ഒരു ഡോക്യുമെൻറ്റിനെ സംബന്ധിച്ചതായിരുന്നു വിഷയം. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡാണ് ഈ തെറ്റായ ഡോക്യുമെൻ്റ് നൽകിയതിന് ഉത്തരവാദിയെന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിൽ വിളിച്ചിരുന്നു. തൻ്റെ മുകൾ തട്ടിലെ ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ ജസ്റ്റ് സീൽ വയ്ക്കുക, അത് ഫയൽ ചെയ്യുക മാത്രമാണ് താൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് രാവിലെ തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. പക്ഷേ അവിടുത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും 5 മണിക്ക് ഹാജരാകണമെന്നും മറ്റേ 2 ഉദ്യോഗസ്ഥർക്കൊപ്പം ചോദ്യം ചെയ്യാനാണെന്നും ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും അറിയിച്ചു. വാസ്തവത്തിൽ അവർ തന്ത്രപൂർവ്വം കുറ്റം എൻ്റെ ഹസ്ബൻഡിൻ്റെ മേൽ ചുമത്തുകയായിരുന്നു. ഞാനും കുഞ്ഞുങ്ങളും ഭവനത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ വിവരം ഞങ്ങളെ വിളിച്ചറിയിച്ചു. അപ്പോൾ അമ്മ ഞങ്ങളെ വിട്ടുപോയിട്ട് ചില മാസങ്ങളെ ആയിട്ടുള്ളൂ. മാനസികമായി ഞങ്ങൾ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. എനിക്കാണെങ്കിൽ പ്രഷർ കൂടിയിട്ട് ആശുപത്രിയിൽ പോകുന്നു, ECG എടുക്കുന്നു, ഇങ്ങനെ വല്ലാത്ത ഒരവസ്ഥ. ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമകനെ വിളിച്ചു. അപ്പോൾ പ്രിയമകൻ ഞങ്ങളോട് പറഞ്ഞു, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ദൈവം സർവശക്തനാണ്. ഞാൻ ഈ നിമിഷം മുതൽ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കുവാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ വന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞുങ്ങളുമായി ഹസ്ബൻഡിൻ്റെ ഓഫീസിലെത്തി. വാഹനം അവിടെ നിർത്തിയിട്ട ശേഷം ദൈവത്തോട് നിലവിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇതിനിടയിൽ ഞങ്ങളുടെ മനസ്സ് വല്ലാതെ പതറിപ്പോയി. സഹോദരങ്ങളോടും പ്രിയപ്പെട്ടവരോടും പറയാതിരുന്നാൽ എങ്ങനെയാണ്? എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളെ അറിയിച്ചില്ലെന്ന് കുറ്റപ്പെടുത്തും. അങ്ങനെ ഞാൻ എല്ലാവരോടും ഈ കാര്യം ഷെയർ ചെയ്തു. സാമൂഹ്യ രാഷ്ട്രീയ തലങ്ങളിൽ സ്വാധീനമുള്ള പ്രിയപ്പെട്ടവർ തന്നെ എനിക്കുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ മുൻകൂർ ജാമ്യം എടുക്കണമെന്ന് തുടങ്ങി പലരും പല കാര്യങ്ങൾ അഭിപ്രായപ്പെട്ടു. പക്ഷേ ഒരു വ്യക്തി പോലും ഞങ്ങൾക്കൊപ്പം ആ സ്ഥലത്ത് വരാൻ ഉണ്ടായിരുന്നില്ല. 10 മിനിറ്റുള്ളപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞത്. പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചെല്ലട്ടെ എന്നവർ ഞങ്ങളെ ഉപദേശിച്ചു. പിന്നീട് എൻ്റെ ചേച്ചിയുടെ മകൻ അവിടെ എത്തി. അവൻ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നെങ്കിലും അവനും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അവൻ ജോലിയിൽ പ്രവേശിച്ചിട്ട് വളരെ കുറച്ച് നാളെ ആയിരുന്നുള്ളൂ. 5 മണിക്ക് എൻ്റെ ഹസ്ബൻഡ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കയറിപ്പോയി. തുടർന്ന് മറ്റു 2 വ്യക്തികളും കയറിപ്പോകുന്നത് ഞങ്ങൾ കണ്ടു. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം ആ വ്യക്തികൾ പുറത്തു വന്നു. എന്നാൽ എൻ്റെ ഹസ്ബൻഡ് പുറത്തു വരാത്തത് കാരണം ഞങ്ങൾ വല്ലാതെ ഭയന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആ സമയം ഞങ്ങൾക്കൊന്നും ചെയ്യാനും കഴിയില്ല. ഞങ്ങൾ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഒരു 15 മിനിറ്റിന് ശേഷം എൻ്റെ ഹസ്ബൻഡും പുറത്തു വന്നു. പ്രതികളായിരുന്നവരെ ഇരുത്തിയാണ് ചോദ്യം ചെയ്തത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ അത്രയും സമയം നിർത്തിയാണ് ചോദ്യം ചെയ്തതെന്ന് പറഞ്ഞു. ഇവരെ പോലെയുള്ളവരാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളുടെ ഓഫീസിനെ നശിപ്പിക്കുന്നതെന്ന് DOSPയുടെ മുന്നിൽ വച്ച് ആ 2 വ്യക്തികളും എൻ്റെ ഹസ്ബൻഡിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ആ വ്യക്തികൾക്ക് ഉയർന്ന ഉദ്യോഗസ്ഥരുമായി പിടിപാടുള്ളതുകൊണ്ട് ഇത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണെന്ന് ഞങ്ങൾക്ക് തുടർന്ന് ബോധ്യപ്പെട്ടു. കാരണം കേസ് കൊടുത്തിരുന്ന വ്യക്തിക്ക് കുറ്റക്കാരെ കണ്ടെത്തി കൊടുക്കണം, അതേസമയം ഉദ്യോഗസ്ഥർക്ക് ഒരു കുറ്റവാളിയും വേണം. ഇതായിരുന്നു അവസ്ഥ. അങ്ങനെ ഞങ്ങൾ
ഒരു അഡ്വക്കേറ്റിനെ കാണാൻ പോയി. അദ്ദേഹം ഞങ്ങളെ ചായയൊക്കെ തന്ന് സൽക്കരിച്ച് ഇരുത്തി. അല്പം കഴിഞ്ഞപ്പോൾ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നീട് ഉച്ചത്തിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഒടുവിൽ, ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെയാണ് കുറ്റക്കാരൻ, ഈ തെറ്റ് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും എന്നും പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളൊരു കള്ളസാക്ഷിയെ ഞങ്ങൾക്ക് കണ്ടെത്തണം, വേണമെങ്കിൽ ഒരു വ്യക്തിയെ ഞങ്ങൾ നൽകുകയും ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു. വാസ്തവത്തിൽ ഈ കേസിൻ്റെ കാര്യങ്ങൾ അഡ്വക്കേറ്റിന് വളരെ പരിചിതമായിരുന്നു. ചുരുക്കത്തിൽ ഒരു ചങ്ങല പോലെ ഈ കേസ് ഒന്നിനെ തുടർന്ന് മറ്റൊന്നിലേക്ക് വ്യാപിച്ചിരുന്ന അവസ്ഥയായിരുന്നു. പിന്നെ വ്യക്തികൾ തമ്മിലുള്ള വിദ്വേഷവും ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഇനി ഇതൊന്നുമല്ല എങ്കിൽ DOSPക്ക് മുകളിലെ ഒരു ഉന്നത വ്യക്തിയെ സ്വാധീനിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാറിൽ കയറിയ ഉടനെ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, DOSPക്ക് മുകളിൽ ഉന്നതന്മാരിൽ ഉന്നതൻ, അത്യുന്നതനായ ദൈവമാണ് നമ്മുടെ പിതാവ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് യാചിക്കാം. അങ്ങനെ ദൈവം നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. വീണ്ടും കുറേ ദിവസങ്ങൾ പല രീതികളിൽ കേസിൻ്റെ വിഷയവുമായി ഞങ്ങൾ മുന്നോട്ട് പോയി. 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ കേസിൻ്റെ അവസ്ഥ ശാന്തമായി തുടങ്ങി. ഞാൻ അപ്പോഴേക്കും കേസിൽ നിന്നും വിടുവിച്ചതിനായി സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. 2025 വീണ്ടും കേസ് വളരെ രൂക്ഷമായി ഉയർന്നു വന്നു. വീണ്ടും ചോദ്യം ചെയ്യാൻ DOSP വിളിച്ചു വരുത്തി. മോൻ മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അവന് അകത്ത് കടക്കാനും കഴിയില്ല. പെട്ടെന്ന് മോൻ വിളിച്ചു പറഞ്ഞു, പപ്പയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, ഫോണൊക്കെ വാങ്ങി വയ്ക്കുമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച്, പേടിക്കേണ്ട, ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ചേച്ചിയുടെ മകൻ പെട്ടെന്ന് ഒരു അഡ്വക്കേറ്റുമായി ബന്ധപ്പെടുവാൻ പറഞ്ഞു. ഞാനും മോളും കൂടെ മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെയും നടക്കുന്നത്. എനിക്കാണെങ്കിൽ അഡ്വക്കേറ്റുമായി വലിയ പരിചയവുമില്ല. പെട്ടെന്ന് രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ ഞാൻ വിളിച്ചു. ഉടനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ കർത്തവ്യമെന്നോണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ആവശ്യത്തിന് എനിക്ക് പെട്ടെന്ന് ഒരു അഡ്വക്കേറ്റിനെ വിളിച്ചേ മതിയാകൂ. അപ്പോൾ മോൾ എൻ്റെ കൈക്ക് പിടിച്ചിട്ട്, അമ്മയ്ക്ക് അത്ര വിശ്വാസമില്ലേ, നമ്മൾ യേശുവപ്പൻ്റെ അടുക്കലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി. പെട്ടെന്ന് എൻ്റെ മകൾ അവിടുന്ന് ചാടി എണീറ്റു. മതി എന്ന് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. അവൾ അത് പറയുന്ന മാത്രമേ തന്നെ ഫോൺ കോൾ വന്നു, ഇന്ന് അറസ്റ്റ് ഉണ്ടാവില്ല എന്നത്. തക്ക സമയത്ത് ദൈവം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സഹോദരനെ എടുത്തുപയോഗിച്ചു. അങ്ങനെ വളരെ വേഗത്തിൽ കേസ് അവസാനിക്കുവാൻ തുടങ്ങി. മറ്റൊരു ദിവസം അപ്രതീക്ഷിതമായി ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുന്ന വേളയിൽ DOSPയുടെ അടുക്കലെത്തി. ഈ വിഷയത്തിൽ ഇടപെടുന്നു. അങ്ങനെ കേസ് കൊടുത്ത വ്യക്തി തന്നെ കേസ് പിൻവലിക്കുന്നു. പ്രിയരെ, എൻ്റെ സാക്ഷ്യം പറയാൻ ഒത്തിരി സമയമെടുത്തുവെന്ന് എനിക്കറിയാം. എത്രയോ ദിവസങ്ങൾ ഞങ്ങൾ തീച്ചൂളയുടെ അനുഭവത്തിലായിരുന്നുവെന്ന് ഇന്ന് ഓർക്കുമ്പോൾ ദൈവകൃപയായിരുന്നു ഞങ്ങളെ നിർത്തിയതെന്ന് പറയാതിരിക്കാനാവില്ല. ഇതുപോലെ കേസിലകപ്പെട്ട് എത്രയോ പ്രിയപ്പെട്ടവർ കോടതി കയറിയിറങ്ങി സമ്പത്തും സമയവും ചെലവഴിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് വിശ്വസ്തനായിരുന്നു. ഞാൻ എൻ്റെ ഇതുവരെയുള്ള നാളുകളിൽ ശ്രദ്ധിക്കാത്ത വചനങ്ങൾ ഞങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു. എൻ്റെ ഹസ്ബൻഡിനെ ചൂണ്ടിയിട്ട് ഇത്തരത്തിലുള്ളവരാണ് ഈ ഓഫീസിനെ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ കസേരയിലിരുത്തി ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന ആൾ സ്വാധീനം മനസ്സിലാകുമല്ലോ. അപ്പോഴാണ് 2 ദിനവൃത്താന്തം 14:11 ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല എന്ന വചനം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നത്. മാത്രവുമല്ല, ഞങ്ങളുടെ ജീവിതത്തിലും നിരപ്പ് പ്രാപിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ ദൈവം ഞങ്ങളെ മെനയുകയായിരുന്നു എന്ന് പിന്നത്തേതിലാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ദൈവം പ്രിയ മക്കളായി ഞങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് ലോകത്തിൻ്റെ പിന്നാലെ വ്യതിചലിക്കുവാൻ ഞങ്ങളെ വിട്ടുകൊടുക്കാതെ ചേർത്തണയ്ക്കുകയായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടു. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കടന്നു വന്നതോടുകൂടെയാണ് കേസ് അവസാനിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. വാസ്തവത്തിൽ എൻ്റെ യേശു, നീതിയോടെ ന്യായം വിധിക്കുന്ന എൻ്റെ ദൈവം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നത്. ഇതിനിടയിൽ അനേകം പാസ്റ്റർമാരും സഭാവിശ്വാസികളും ഞങ്ങളെ പ്രാർത്ഥനയിൽ ചേർത്ത് പിടിച്ചു.
എല്ലാ ദൈവമക്കളെയും ഈ സമയം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് പറയുന്നത് എത്ര വാസ്തവമാണെന്നോ പ്രിയപ്പെട്ടവരെ. കാരണം കേസിൻ്റെ ആദ്യഘട്ടം കഴിയുമ്പോഴേക്കും കേസ് അവസാനിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ പൂർണ്ണമായ ഒരു വിടുതൽ നൽകുവാൻ ദൈവം അതേസമയം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. രണ്ടാം ഘട്ടം ഉയർന്നു വന്നത് തന്നെ ഇതിന് ശാശ്വതമായ പരിഹാരവുമായിട്ടായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ബന്ധുമിത്രാദികളും പ്രിയപ്പെട്ടവരും ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആവശ്യത്തിന് താങ്ങായി ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ എൻ്റെ സമയവും സമ്പത്തുമൊക്കെ ചെലവാക്കി പ്രിയരെ. പ്രാണപ്രിയനായ ദൈവമല്ലാതെ മറ്റാരുമുണ്ടാവില്ല നമ്മെ ചേർത്ത് പിടിക്കാൻ. യേശുപ്പ എന്ന് നിലവിളിക്കുന്ന ഒരു മനുഷ്യനെയും ദൈവം കൈവിടില്ല. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും, അത് രോഗമാകട്ടെ, സാമ്പത്തിക പ്രശ്നമാകട്ടെ, മറ്റ് എന്തെങ്കിലും പ്രശ്നം ആയിക്കൊള്ളട്ടെ, കാൽവരിയിൽ അവസാനത്തുള്ളി രക്തം വരെ ചിന്തിയ യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ഇനിയുള്ള കാലം ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ കുടുംബമായി ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. വന്മഴ പെയ്തു നദികൾ പൊങ്ങി വീടിന്മേൽ കാറ്റടിച്ചു. വന്മഴ പെയ്തു നദികൾ പൊങ്ങി വീടിന്മേൽ കാറ്റടിച്ചു. തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി, തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി, നടത്തിയ വഴികൾ നീ ഓർത്താൽ വന്മഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ, എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. വന്മഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ, എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ